ഇവിടെ ഒരു ധ്രുവീകരണം ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ആ ധ്രുവീകരണത്തിന് ഉത്തരവാദി CPM ആകുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ വസ്തുത. അപ്പോൾ അതിൽ ഈ ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞ് ഇന്നിപ്പോൾ ജമാഅത്തെ ഇസ്ലാമി പരിപാടിയിൽ പങ്കെടുത്ത ഇടത് MLA-യുടെ ദലീമയുടെ പേരടക്കം പുറത്തു വരുന്നു. സർക്കാരിലെ മന്ത്രിയും പങ്കെടുത്തിട്ടുണ്ടല്ലോ, അബ്ദുറഹ്മാൻ പങ്കെടുത്തു. നേരത്തെ ഒരു ചാരിറ്റി പരിപാടി. അതെ, അപ്പോൾ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ പല പരിപാടികളിലായി പലരും പങ്കെടുക്കാറുണ്ട്. എല്ലാ പാർട്ടികളിലെ അംഗങ്ങളെയും കൂടെ പങ്കെടുപ്പിച്ചിട്ടുള്ള പരിപാടികൾ നടന്നിട്ടുണ്ട്. അതായത് ഒരു തൊട്ടുകൂടായ്മ ആർക്കും ഉണ്ടായിരുന്നില്ല എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കെ ഞങ്ങൾക്ക് പണ്ട് മുതലേ തൊട്ടുകൂടായ്മയാണ് എന്ന് പറയുന്ന രൂപത്തിൽ അത് അവതരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അത് പൊളിയുന്ന കാഴ്ചയാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ എന്തിനാണ് ആ വിഷയത്തിലേക്ക് വീണ്ടും വീണ്ടും പോകുന്നത്? ഇതിലൊരു പ്രശ്നം കൂടി ഉണ്ട് കേട്ടോ. ഇനി ഈ ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞ് വല്ലാതെ CPM-ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. ഈ കണക്കുകൾ കൂടി ഈ തരത്തിലുള്ള മുസ്ലിം ന്യൂനപക്ഷ വിരുദ്ധമായ ഒരു തുറന്ന ഒരു പ്രസ്താവനയുമായി സജി ചെറിയാൻ വരുമ്പോൾ ഇനി ഈ തരത്തിലുള്ള പ്രതികരണങ്ങൾ ഒരു തരത്തിൽ നടത്താൻ പറ്റാത്ത, അതായത് ഈ തെരഞ്ഞെടുപ്പിലെ അജണ്ട പൊളിക്കുന്നു, CPM-ന്റെ അജണ്ട തന്നെ സജി ചെറിയാൻ പൊളിച്ചു എന്നുള്ളതാണ്. സജി ചെറിയാൻ ഇത് പറഞ്ഞ സ്ഥിതിക്ക് ഇനി ആ രൂപത്തിലേക്ക് പോകാൻ പറ്റുമോ എന്ന് ഒന്നുകൂടി ആലോചിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടിലേക്ക്, അങ്ങനെ ഒരു പ്രതിസന്ധിയിലേക്ക് CPM-നെ എത്തിക്കുക കൂടിയാണ് സജി ചെറിയാൻ ചെയ്തിട്ടുള്ളത്.